എൻ്റെ ഫസ്റ്റ് പടം മൈ ലൈഫ് പാർട്ണർ സ്വവർഗ പ്രണയത്തിനെ കാലത്തിന് മുമ്പേ നിന്നപ്പോൾ അന്ന് എന്നെ ഇവിടെ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ വരെ എൻ്റെ പടം ബാൻ ചെയ്തതാണ്. ഫഹദും ജയസൂര്യയും സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ തിയേറ്ററിന്റെ തിരശ്ശീലയിൽ ആ സിനിമ തെളിയുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞില്ല. പക്ഷെ അതേ ഇന്ന് ഞാൻ അതേ അനുഭവിക്കുകയാണ്. കാലത്തിന് മുമ്പേ നടക്കുന്ന ഒരു സിനിമയാണിത്. അതിനുശേഷം ആ രീതിക്കുള്ള സിനിമകൾ വന്നു. കാതൽ വന്നപ്പോഴത്തേക്ക് ഉദാത്തമായ സിനിമ വന്നു. ശരിയാണ്, ട്രാൻസ്ജെൻഡർ വന്നു, അതിന്റെ പടം വന്നു. ഇത് ഇന്ന് ഞാൻ ഇറക്കിയിട്ട് 5 വർഷം കഴിയുമ്പോൾ അടുത്തൊരു സിനിമ ഇതുമായിട്ട് ഇറങ്ങും. പ്രായമായ ആൾക്കാർക്കും അവരുടെ വികാരങ്ങളുണ്ടെന്ന്. അതായത് ശരീരം ചുളിയുന്നെന്നും പറഞ്ഞ് അവരുടെ മനസ്സ് ചുളിയുന്നില്ല. ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ അത്ര വികാരവും ചിന്തകളും ഉള്ളതാണ് ഓരോ പ്രായമായ ആൾക്കാരും. അവരാരും എക്സ്പയറി എടുത്ത ആൾക്കാരല്ല. അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഒരുപാട് വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴേ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്ത്രീ പറഞ്ഞതാണ്, സുഖമാണോ മോനെ എന്ന്. ആ ചേർത്ത് പിടിക്കലും ഞാൻ അറിഞ്ഞിരുന്നു. അവർക്കൊരു സാമീപ്യം ആരുടെയോ. അതിന് കാമോന്ന വികാരമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു തുണ. ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, എബ്രഹാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എബ്രഹാം പറയുന്നുണ്ട്, എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരു തുണയുണ്ടായിരുന്നെങ്കിൽ, ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയെന്ന്. അപ്പം